ഹലോ ഫ്രണ്ട്സ്, ശ്രീവാണി ടാര ഗൈഡൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നതിനെക്കുറിച്ചാണ്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങളുടെ കൃത്യമായ സാഹചര്യം അറിയാൻ ഒരു പേഴ്സണൽ റീഡിങ്ങിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. പിന്നെ ആദ്യമേ തന്നെ പറയട്ടെ, തേർഡ് പാർട്ടി എന്നാൽ എപ്പോഴും മറ്റൊരു പ്രണയബന്ധം ആകണമെന്നൊന്നുമില്ല കേട്ടോ. കുടുംബത്തിൻ്റെ ഇടപെടലും അല്ലെങ്കിൽ കരിയർ, ഇതെല്ലാം ഒരു തേർഡ് പാർട്ടി എനർജി തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കാർഡ് എടുക്കാം. എല്ലാവരും നിങ്ങളെ ഉദ്ദേശിക്കുന്ന ആളെ മനസ്സിൽ വിചാരിക്കുക. കാർഡ് എടുക്കാം. ആദ്യത്തെ കാർഡ് ടെമ്പറൻസ് കാർഡാണ്. അടുത്തതായി ഒരു കാർഡും കൂടെ. അടുത്തത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു കാർഡും കൂടി എടുത്തു നോക്കാം. അടുത്തതായി 7 ഓഫ് സോർഡ്സ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഈ റീഡിംഗ് നോക്കുമ്പോൾ ആദ്യം തന്നെ ടെമ്പറൻസ് കാർഡ് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നാണ്. കാര്യങ്ങൾ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതായും കാണിക്കുന്നു. അതേസമയം വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നത് ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ചില അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ദിശയെ ബാധിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെ കാണിക്കുന്നു. ഇനി 7 ഓഫ് സോർഡ്സിലോട്ട് വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും തുറന്നു പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മറച്ചു വെച്ച എന്തെങ്കിലും വികാരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പൂർണ്ണമായ സത്യസന്ധത ഇല്ലാത്തൊരു സാഹചര്യം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത് നിർബന്ധമായി ഒരു തേർഡ് പാർട്ടിയാണെന്ന് അർത്ഥമാക്കേണ്ട. ചിലരുടെ കാര്യത്തിൽ ഇതൊരു വ്യക്തിയായിരിക്കാം. മറ്റു ചിലരുടെ കാര്യങ്ങളിൽ ഇത് കുടുംബം, സുഹൃത്തുക്കൾ, ജോലി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബാഹ്യ സ്വാധീനം ഈ ബന്ധത്തിനിടയിൽ വരുന്നതായും കാണാം. ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്. നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സിലെ യഥാർത്ഥ ചിന്തകളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കൃത്യമായ കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ്ങിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ഈ റീഡിംഗ് നിങ്ങളിൽ എത്ര പേർക്കാണ് റെസൊണേറ്റ് ചെയ്തതെന്ന് എനിക്ക് കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്